എന്ന വാക്കിൻ്റെ അർത്ഥം മാതള നാരകം എന്നാണ്. രിമ്മോനെക്കുറിച്ച് ബൈബിളിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബെരോത്തിൽ നിന്നുള്ള ഒരു ബെന്യാമീന്യനായ രിമ്മോനെക്കുറിച്ചാണ്. ശൗലിൻ്റെ പുത്രനായ ഈശ്ബോശേത്തിനെ വധിച്ചത് രിമ്മോൻ്റെ പുത്രന്മാരായ ബാന, രേഖാബ് എന്നീ പടനായകന്മാരായിരുന്നു. 2 ശമൂവേൽ 4 അധ്യായം 2 മുതൽ 9 വരെ. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു അരാമ്യ ദേവനെക്കുറിച്ചാണ്. യുദ്ധത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും ദേവനായ ഹദദിൻ്റെ പ്രാദേശിക രൂപമാണ് രിമ്മോൻ. അരാം രാജാവിൻ്റെ സേനാനായകനായ നയമാൻ രിമ്മോൻ്റെ ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്നു. 2 രാജാക്കന്മാർ 5 അധ്യായം 18 വാക്യം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് യഹൂദയുടെ തെക്കേ അറ്റത്തുള്ള രിമ്മോൻ പട്ടണം ശിമെയോന് അവകാശമായി കൊടുത്തു എന്നാണ്. ഇത് ഏദോമിന് അടുത്താണ്. യോശുവ 15 അധ്യായം 32 വാക്യം. നെഹമ്യാവ് 11:28 ഏൻ രിമ്മോൻ എന്ന് കാണുന്നുണ്ട്. രിമ്മോനെക്കുറിച്ച് ഇനിയൊരു പരാമർശമുള്ളത് സെഖര്യാ പ്രവചനം 14:10 ബേർശേബയ്ക്ക് ഏതാണ്ട് 14 കിലോമീറ്റർ വടക്കുള്ള ഉമ്മ-ഏർ റുമാമീൻ എന്ന ഗ്രാമമായിരിക്കണം. നാലാമത് പറഞ്ഞിരിക്കുന്നത് സിബൂലൂൻ ഗോത്രത്തിൻ്റെ അവകാശ പട്ടണത്തെക്കുറിച്ചാണ്. യോശുവ 19:13. മെരാരി പുത്രന്മാർക്ക് ലേവ്യ നഗരമായി നൽകി. 1 ദിനവൃത്താന്തം 6 അധ്യായം 77 വാക്യം. യോശുവ 21:35 ദിമ്മിനി രിമ്മോനായിരിക്കണം. എബ്രായിയിൽ ദാലത്തും രേശും പരസ്പരം മാറാവുന്ന ലിപികളാണ്. 5 പറഞ്ഞിരിക്കുന്നത് ശിമെയോനിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ്. 1 ദിനവൃത്താന്തം 4 അധ്യായം 32 വാക്യം. രിമ്മോൻ പാറയെക്കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. ഗിബയിലെ സംഹാരത്തിന് ശേഷം ബെന്യാമീന്യർ റിമ്മോൻ പാറയ്ക്ക് ഓടി. രക്ഷപ്പെട്ട 600 പേര് റിമ്മോൻ പാറയിൽ 4 മാസം പാർത്തു. മറ്റു ഗോത്രങ്ങൾ റിമ്മോൻ പാറയിലെ ബെന്യാമീന്യരോട് സംസാരിച്ച് സമാധാനം അറിയിച്ച ശേഷമാണ് അവർ മടങ്ങി വന്നത്. ന്യായാധിപന്മാർ 20 അധ്യായം 45, 47, 21 അധ്യായം 23. റിമ്മോൻ പാറ മരുഭൂമിയിലാണ്. ന്യായാധിപന്മാർ 20:45. യെരിഹോ മുതൽ ബഥേൽ മലനാട് വരെ നീണ്ടുകിടക്കുന്ന മരുഭൂമിയാണിത്. യോശുവ 16 അധ്യായം 1 വാക്യം. യെരുശലേമിന് 24 കിലോമീറ്റർ വടക്കുള്ള റമ്മോൻ എന്ന ഗ്രാമത്തിൻ്റെ പേരിൽ റിമ്മോൻ അവശേഷിക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് റിമ്മോൻ പേരസ് എന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം പിളർപ്പിലെ മാതള നാരകം എന്നാണ്. കാദേശ് വിട്ട ശേഷം ഇസ്രായേൽ മക്കൾ പാളയമിറങ്ങിയ 17 സ്ഥലങ്ങളിൽ ഒന്നാണിത്. സംഖ്യാപുസ്തകം 33:19. ഈ 17 സ്ഥലങ്ങളിൽ വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് യെസ്യോൻ ഗേബർ മാത്രമാണ്.